മണ്ഡലകാലം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സീരീസ് ഓഫ് തെഫ്റ്റ് റിഗാർഡിംഗ് ടെമ്പിൾ തെഫ്റ്റ് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മളെ മുതലക്കുളത്ത് പോലീസ് അമ്പലത്തിൽ നടന്നു. അല്ല, CCTV പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ബ്ലാക്ക് ക്യാപ്പ്, ബ്ലാക്ക് മാസ്ക്, ഒരു കരിമ്പടം പോലത്തെ ഒരു വസ്തു, ഒരു ഡ്രസ്സ്, ഇതൊക്കെ ഇട്ടിട്ട് മോട്ടിക്കുന്ന ഒരു രംഗം. അതിന് അന്ന് ക്യാഷ് പോയില്ല, ഭണ്ഡാരം നമ്മൾ റിക്കവർ ചെയ്തു. അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ പുതിയറയിലുള്ള കാളൂർ ദേവി ക്ഷേത്രം, അതുപോലെ തന്നെ ഇന്നലെ നടന്ന വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, ഇവിടെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായി. ഇതിലെ CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യഘട്ടത്ത് ഇവരുടെ CCTV ദൃശ്യങ്ങൾ കാണുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്സും നമ്മൾ ഐകോപ്സ്, ക്രൈം ഡ്രൈവ്, മറ്റ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് FRS ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മോഡസ് ഓപ്പറാൻഡ് ക്രിമിനൽസിനെ എൻലിസ്റ്റ് ചെയ്തിട്ട് ഡാറ്റാ ബാങ്ക് കളക്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ എല്ലാ വിധത്തിലുള്ള CDR, എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയെങ്കിലും നമുക്ക് ഒരു ലീഡ് കിട്ടിയത്, വെദർ ഇറ്റ് ഈസ് ഒരു മലയാളി ഒരു നോർത്ത് ഇന്ത്യൻ, ആരാണ് ചെയ്യുന്നതെന്നുള്ള ഒരു പിടുത്തവുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. ആ ഇന്നലത്തെ ഇൻസിഡന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അയാളുടെ ഓവർ ഗെറ്റ് ഫീലിംഗ് അത് നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം HB നൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി, നൈറ്റ് ആണെങ്കിൽ ഒരു 7:30 മണിയോടുകൂടി, രാത്രി 7:30 മണിയോടുകൂടി നമ്മുടെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഭണ്ഡാരം മോട്ടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം ഞങ്ങൾക്ക് കിട്ടി. കൺസിക്യൂട്ടീവ് വിഷ്വൽസ് എടുത്ത സമയത്ത് ഒരു കടയിൽ കയറി എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഫുഡ് ഐറ്റംസ്, എന്തോ വെള്ളമോ എന്തോ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കടക്കാരന് വ്യക്തമായിട്ട് റെക്കലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ചോദിച്ചതെന്ന്. പുള്ളി മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ജസ്റ്റ് എന്തോ വാക്ക് ചോദിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഈ CCTV ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയും ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി പെക്യുലാരിറ്റീസ്, ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ജൂബിലി ഹാളിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാനും നമ്മുടെ സ്ക്വാഡ് ടീം ഉള്ള സജേഷ്, ഷാലു, സുജിത്ത് എല്ലാവരും നിൽക്കുമ്പോൾ ആക്സിഡന്റലി വന്ന് പെട്ടതാണ്. അതാണ് ഞാൻ ദൈവത്തിന് നന്ദി ആദ്യം പറയുന്നത്. അങ്ങനെ പുള്ളിയെ കളക്ട് ചെയ്തു, റിക്കവറി ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, പുള്ളിയുടെ ഹാക്സാ ബ്ലേഡ്, മറ്റ് ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മോഡസ്, ഒരു ഒക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിന്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇന്റിമേഷൻ പോകുന്നുണ്ട്. അപ്പോൾ മണ്ഡലകാലത്ത് വീഴുന്ന ക്യാഷ് മോട്ടിക്കാനായിട്ട് ഒരുപാട് സീരീസ് ഓഫ് ഇൻസിഡൻസ് നടത്തിയ ക്രിമിനലാണ് ഇദ്ദേഹം. മുംബൈ വഡാല ഈസ്റ്റ് സ്വദേശിയാണ്, നോർത്ത് ഇന്ത്യനാണ്.